ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 6-ാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാനയോഗത്തിലെ 6-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. 6-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ബന്ധുരാത്മാത്മനസ്തസ്യ ഏനാത്മൈവാത്മനാജിത അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. അപ്പോൾ ഏതൊരു ജീവാത്മാവിനാൽ മനസ്സ് ജയിക്കപ്പെട്ടിരിക്കുന്നുവോ ആ ജീവാത്മാവിന് ആ മനസ്സ് മിത്രമായി ഭവിക്കുന്നു, അല്ലെങ്കിൽ ബന്ധുവാകുന്നു. ഏതൊരു ജീവാത്മാവിനാൽ മനസ്സ് ജയിക്കപ്പെടുന്നില്ലയോ, അല്ലെങ്കിൽ ഈ സംസാര സാഗരത്തിലെ വ്യർത്ഥമായ സുഖലോലുപതയിൽ മുഴുകി അതിൻ്റെ പിടിയിലകപ്പെട്ട് മനസ്സ് അതിൻ്റെ പുറകേന്ന് സഞ്ചരിച്ച് അധമമായ അവസ്ഥയിൽ എത്തപ്പെടുന്നുവോ ആ ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ശത്രുവായി ഭവിക്കുന്നു. അപ്പോൾ ഇവിടെ ആത്മാവ്, മനസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. ആചാര്യന്മാർ പറയുന്നു അറിവാകുന്നു, ഞാൻ അറിവാകുന്നു. അപ്പോൾ ജീവാത്മാവ് എന്ന് പറയുമ്പോൾ അറിവാണ് എന്നാണ്. പരമമായ അറിവിനെ പ്രാപിച്ചുകൊണ്ട് മാത്രമേ മനസ്സിനെ കീഴടക്കുവാൻ സാധിക്കുകയുള്ളൂ. മനസ്സിൻ്റെ ആ വ്യഗ്രമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ചലനം മിഥ്യാധാരണകളിലുള്ള അല്ലെങ്കിൽ മിഥ്യാധാരണകളിലൂടെ ഉള്ള മനസ്സിൻ്റെ യാത്ര, ആ യാത്രയ്ക്ക് കാരണം അറിവില്ലായ്മയാണ്. അറിവുകൊണ്ട് മനസ്സിനെ കീഴടക്കണം. ജീവാത്മാവ് കൊണ്ട്, ആത്മാവ് കൊണ്ട് ആത്മാവിനെ കീഴടക്കണം എന്ന് പറയുമ്പോൾ അറിവ് കൊണ്ട് മനസ്സിനെ കീഴടക്കണം. അറിവ് കൊണ്ട് മനസ്സിനെ കീഴടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം മനസ്സ് അവന് ബന്ധുവാകുന്നു. അറിവ് കൊണ്ട് മനസ്സിനെ അടക്കം ചെയ്യാതെ, കീഴടക്കാതെ മുന്നോട്ട് പോകുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സ് ശത്രുവാകുന്നു. അപ്പോൾ ശത്രു, ബന്ധു, ഇത് രണ്ടും ആരാണ്? നമ്മുടെ ഉള്ളിൽ തന്നെ ശത്രുവും മിത്രവും ബന്ധുവും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അറിവ് എന്ന് പറയുമ്പോൾ ശരിയായ അറിവുകേടിനെ അറിവാക്കി മാറ്റുന്നൊരു സമൂഹം ഇന്ന് ലോകത്തിലുണ്ട്. അറിവുകേടാണ് യഥാർത്ഥ അറിവ് എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ മറ്റുള്ളവരുടെ മുന്നിൽ സമർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെ ഛിദ്രമാക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തിയാണ് ഇത്തരത്തിൽ അറിവുകേടിനെ അറിവാക്കി മാറ്റിക്കൊണ്ട് അതാണ് അറിവ് എന്ന് വിചാരിച്ചുകൊണ്ട് ആ തരത്തിൽ ഉള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ അവർ
സ്വാഭാവികമായിട്ട് സമൂഹത്തെ ഛിദ്രമാക്കുന്നു എന്ന് മാത്രമല്ല അവനവന് അശാന്തി ഉണ്ടാക്കുന്നു. അറിവെന്താണ്, അറിവ് കേടെന്താണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പൂർവജന്മാർജിതമായിട്ടുള്ള സുഹൃതം കൊണ്ട് പലരും ശരിയായ ആചാര്യന്മാരെ കണ്ടെത്താനും അവരുടെ വാക്കുകളെ ശ്രവിക്കാനും അവരെ അനുസന്ധാനം ചെയ്യുവാനും ചിലർക്ക് സാധിക്കുന്നു. അവർ ശരിയായ അറിവിനെ സ്വാംശീകരിക്കുവാൻ അവർക്ക് സാധിക്കുന്നു. ആനന്ദകരമായ ജീവിതവുമായി മുന്നോട്ട് പോകുവാൻ അവർക്ക് കഴിയുന്നു. മറിച്ച് ഉള്ളവർ അവർക്ക് ശരിയായ ആചാര്യന്മാരെയോ ശരിയായ അറിവിനെയോ ആശ്രയിക്കാൻ കഴിയാതെ അറിവ് ആണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അറിവുകേടിനെ അനുസന്ധാനം ചെയ്യുകയും അതിനനുസരിച്ച് പ്രവൃത്തിയുമായി മുന്നോട്ട് പോവുകയും അധമമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേരുകയും ജീവിതം അശാന്തമാവുകയും ചെയ്യുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം മനസ്സു തന്നെ ശത്രുവായിത്തീരുന്നൊരവസ്ഥ. ഇതാണ് നമുക്ക് 6-ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലായത്. ഇവിടെ 7-ാമത്തെ ശ്ലോകത്തിൽ ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിത ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാപമാനയോ. ഇവിടെ പറയുന്നു ജിതാത്മന മനസ്സിനെ ജയിച്ച് അടക്കാൻ കഴിഞ്ഞ് ശാന്തമായിരിക്കുന്നവന്, പ്രശാന്തസ്യ ശാന്തമായിരിക്കുന്നവന്, മനസ്സിനെ കൃത്യമായി നിയന്ത്രിച്ച്. മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്, നമുക്ക് പറയുവാൻ എളുപ്പമാണ്. എത്രത്തോളം നിയന്ത്രിക്കണം എന്ന് വിചാരിക്കുന്നോ അത്രത്തോളം കൈവിട്ടു പോകുന്നൊരു സംവിധാനമാണ് മനസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കള്ളുകുടിച്ച് മതോന്മത്തനായിരിക്കുന്ന ഒരു കുരങ്ങൻ്റെ വാലിൽ തേളുകൂടെ കുത്തിയാൽ ആ കുരങ്ങൻ എത്ര അപകടകാരിയായി മാറുന്നോ അത്രയും അപകടകാരിയാണ് മനസ്സ്. അതിനെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കും തോറും അത് കൈവിട്ടു പോകുന്നൊരവസ്ഥ. നിയന്ത്രിച്ച് നിർത്തണം എന്ന് വിചാരിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഏറ്റവും വേഗത കൂടിയത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് പോയിട്ട് വരാം. അതാണ് മനസ്സിൻ്റെ തീവ്രത അല്ലെങ്കിൽ വേഗത. അങ്ങനെയുള്ള മനസ്സിനെ നിയന്ത്രിക്കുക. അങ്ങനെയുള്ള മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ശരിയായ അറിവ് നേടണം. ശരിയായ അറിവിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഓടിച്ചെന്നിരുന്ന് ധ്യാനം ചെയ്ത് കളയാം. ധ്യാനം ചെയ്താൽ മനസ്സങ്ങ് നിന്നോളും. ധ്യാനം ചെയ്യണമെങ്കിൽ തന്നെ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് ലഭിച്ചാൽ മാത്രമേ, അറിവ് നേടിക്കഴിഞ്ഞ ഒരാളിന് മാത്രമേ ധ്യാനാവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ഇത്രയും പടവുകൾ കയറി അപ്പുറം ഉള്ളതാണ് ധ്യാനം. ഇത്രയും കാര്യങ്ങൾ സ്വാംശീകരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ധ്യാനാവസ്ഥയിൽ ഇരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു നിമിഷം പോലും അല്ലെങ്കിൽ ഇരിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ മനസ്സിനെ അടക്കം ചെയ്യണമെങ്കിൽ, മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ ശരിയായ അറിവ് നേടണം. അങ്ങനെ പ്രശാന്തമായിട്ടുള്ള അവസ്ഥയിൽ, ശാന്തമായിട്ട് ഒരു വ്യക്തിക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയുന്നവന് ശീതോഷ്ണ സുഖദുഃഖേഷു, ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം ഇത്യാദി ദ്വന്ദ്വങ്ങൾ. അത് ദ്വന്ദ്വങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ ശീത ഉഷ്ണവും സുഖവും ദുഃഖവും മാത്രമല്ല,
ജീവിതത്തിൽ നമുക്ക് വരുന്ന എല്ലാ ദ്വന്ദ്ങ്ങളും ശരിയായി മുന്നോട്ട് പോകുവാൻ ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങളും അതിന് വിരുദ്ധമായി വരുന്ന കാര്യങ്ങളും, ഇതാണ് ദ്വന്ദ്ങ്ങളെന്ന് പറയണത്. ആ സുഖദുഃഖേഷു, സുഖത്തിലും ദുഃഖത്തിലും, ശീതത്തിലും ഉഷ്ണത്തിലും, തഥാ അതുപോലെ, അപ്രകാരം, മാനാപമാനയോ, അപമാനത്തിലും അഭിമാനത്തിലും. ഇവിടെ മാനം അപമാനം എന്ന് പറയുമ്പോൾ, അഭിമാനം എന്ന് പറയുമ്പോൾ അതിനെ ഒരു അഹങ്കാരധ്വനിയിൽ അഭിമാനം എന്ന് പറയും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന മാനം എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻസ് ആയിട്ടുള്ള, നമുക്ക് കോൺഫിഡൻസ് പ്രദാനം ചെയ്യുന്ന വിധത്തിലുള്ള മാനം, അഭിമാനം. അങ്ങനെ അപമാനത്തിലും അഭിമാനത്തിലും എല്ലാത്തിലും സമഭാവത്തിൽ വർത്തിച്ചുകൊണ്ട് പരമാത്മാവിനെ അല്ലെങ്കിൽ അന്തരാത്മാവിനെ ശാന്തമാക്കി തീർക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നു എന്നാണ്. അപ്പോൾ പ്രശാന്തമായിരിക്കുന്ന ഒരാളിന് മാത്രമേ പരമാത്മാവിനെ സമത്വഭാവത്തിൽ എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. കടലിൻ്റെ ഓളങ്ങൾ, ആ ശക്തമായിട്ടുള്ള തിരകൾ, അത് ആകുന്ന മനസ്സിൻ്റെ പ്രക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥ, ആ അവസ്ഥയെ പൂർണ്ണമായി അടക്കി ശരിയായ അറിവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സർവദ്വന്ദ്വങ്ങളിലും സമത്വത്തെ ദർശിച്ചുകൊണ്ട് അചഞ്ചലമായിട്ട് മനസ്സിനെ താളാത്മകമായിട്ട് ശാന്തമായിട്ട് നിലനിർത്തിക്കൊണ്ട് പ്രശാന്തമായിട്ടുള്ള അവസ്ഥയെ സ്വീകരിച്ച് ആ ശാന്തിയിൽ മുഴുകി ഇരിക്കുന്ന ഒരാളിന് മാത്രമേ ആ പരമാത്മാവിനെ ശരിയായ വിധത്തിൽ ശാന്തമായ അവസ്ഥയിൽ എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം മനസ്സിനെ ജയിച്ച് ശാന്തമായവന് ശീതോഷ്ണങ്ങളിലും സുഖദുഃഖങ്ങളിലും അപ്രകാരം തന്നെ മാന അപമാനങ്ങളിലും അന്തരാത്മാവ് സമഭാവത്തിൽ, സമത്വത്തിൽ, ചഞ്ചലരഹിതമായിട്ട് ശാന്തമായിട്ട് സമുദ്രത്തിൻ്റെ അന്തർഭാഗം എങ്ങനെയാണോ ശാന്തമായി നിലകൊള്ളുന്നത് അതേപോലെ വർത്തിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ അവിടെ മനസ്സിനെ ശാന്തമാക്കുക, മനസ്സിനെ അടക്കം ചെയ്യുക, മനസ്സിനെ നിയന്ത്രിക്കുക, ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാകുന്നത്. നമസ്തേ.